സ്നേഹ ഏറെ വേദനയോടുകൂടി ആ വീടും നീരാഞ്ജനമെന്ന വീടും രാമേന്ദ്രൻ നായരിൽ നിന്ന് വീടിനോട് വിട പറഞ്ഞ് അദ്ദേഹം പൊതു ശ്മശാനത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് വരുന്നത്. ആ നാട് എങ്ങനെയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത്? ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണുന്നത്. രാമചന്ദ്രൻ ഇടപ്പള്ളിയുടെ രാമചന്ദ്രൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ നീരാഞ്ജനത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട്, അദ്ദേഹത്തിൻ്റെ മക്കളോട്, അദ്ദേഹത്തിൻ്റെ ചെറുമക്കളോട്, കൂടെ നിന്നവരോട്, ഒപ്പം നിന്നവരോട്, ഒരു നാട് മൊത്തം അദ്ദേഹം വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി ശ്മശാനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവസാനമായുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായ ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവരുടെയും വളരെ വേദനയോടുകൂടി തന്നെ എല്ലാവരും അദ്ദേഹത്തെ യാത്രയയക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം, ഭാര്യയോടും മകളോടും ചെറുമക്കളോടുമൊപ്പം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് ഭൂമിയുടെ പറുദീസ കാണുവാൻ പുറപ്പെട്ടത്. വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം പുറപ്പെട്ടതെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരും പറയുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊക്കെ 2 ദിവസം മുന്നേ പറഞ്ഞതാണ്, ഞങ്ങളിതുപോലെ തന്നെ വിനോദ യാത്രയ്ക്ക് പോവുകയാണ്, തിരിച്ചു വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം തിരിച്ചു വന്നില്ല. അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരം മാത്രമായിരുന്നു തിരിച്ച് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്പസമയം മുൻപായിരുന്നു ഔദ്യോഗിക ബഹുമതികൾ ആദരവ് വീട്ടിൽ അർപ്പിച്ചത്. അതിന് ആദരവർപ്പിച്ചതിന് ശേഷം ചുറ്റും കൂടി നിന്ന ആളുകൾ ഒന്നാകെ ഭാരത് മാതാ കീ ജയ്, നമ്മൾ ഒന്നാണ്, ഭീകരവാദം തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യ വിളികളുമൊക്കെ ചുറ്റും കൂടി നിന്നവർ ഒരേ സ്വരത്തിൽ വിളിച്ചത് നമ്മൾ കേട്ടതാണ്. തീർച്ചയായിട്ടും ശ്മശാനത്തിലേക്ക് നീങ്ങുകയാണ്. വൈകാരികമായി രാമചന്ദ്രന് വിട നൽകുകയാണ് നാടും നാട്ടുകാരും ആ വീടും.